നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏകദേശം 15ഓളം ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക അയച്ചത് തകർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇറാൻ അതിനെയൊക്കെ തകർത്തിരിക്കുന്നു, നിഷ്പ്രഭമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരികയാണ്. ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് ആക്രമിക്കാൻ പോലും ഭയപ്പെടുകയാണ്, അഥവാ കരുതലോടെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഇറാൻ ഇത്രയധികം ശക്തി കൈവന്നത്? ഇസ്രായേലിലെ ഉരുക്ക് ഡോം എന്ന് പറയുന്ന ഉരുക്ക് കോട്ടകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇറാന്റെ ശക്തമായ മിസൈൽ സംവിധാനം ഇസ്രായേലിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്? ഈ ഒരു സാഹചര്യം അവർ നനച്ചതുപോലുമല്ല. ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധപറിയൻ വിചാരിച്ചിരുന്ന കണക്കൂട്ടലുകളൊക്കെ തെറ്റിയിരിക്കുന്നു. അഥവാ അയാൾ വിചാരിച്ച രീതിയിലല്ല യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ മാറുന്നത്. അമേരിക്ക അവർ വിചാരിച്ചിരുന്നത് വിരട്ടൽ കൊണ്ട് ഇറാനിൽ സമ്പൂർണ്ണ പതനമുണ്ടാക്കാം, അവിടെ റെജീം ചേഞ്ച് ഉണ്ടാക്കാം എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി പറയട്ടെ, അതിനു വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും അടങ്ങിയിരിക്കുന്നു. ഇറാനെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി അവസാനം സ്വയം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ഇത്രയധികം സ്ഫോടനശേഷിയുള്ള യുദ്ധ സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധമുണ്ട്. അതിനുശേഷം സംയമനം പാലിക്കാതിരുന്ന അമേരിക്ക കൂടെയുള്ള ഉറ്റ സുഹൃത്തുക്കളെ കൂടി, പ്രത്യേകിച്ചും ഇറാനെതിരെ പോരാടുന്ന സുഹൃത്തുക്കളെ കൂടി കൃത്യമായി അവതാളത്തിൽ ആഴ്ത്തുകയാണ്. അമേരിക്ക ഈ സന്ദർഭത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിനെ പറഞ്ഞു മെരുക്കാം എന്നുള്ളതാണ്. യുദ്ധം ഒരു ശാശ്വത പരിഹാരം നൽകുന്നില്ല, ഞങ്ങൾ ഇറാനിൽ റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക അവരുടെ നിലപാടിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എന്തിൻ്റെ പേരിലാണ്? അവർക്ക് ഭയം അവരെ വല്ലാതെ അലട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധം അവരുടെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തത്തിൽ പിടിച്ചു കൊലുക്കും എന്നുള്ളതും വ്യക്തമാണ്. ഇറാൻ എങ്ങനെയാണ് ഇത്രയധികം ശക്തി ആർജിച്ചത്? അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ 7 അയലത്തവരുടെ സാമ്പത്തിക രംഗം ഭദ്രമല്ല എന്നൊക്കെ ഉള്ളത് ഇറാൻ അറിയാം. എന്നിട്ടും എങ്ങനെ അമേരിക്കയെ വിറപ്പിക്കാൻ കഴിയുന്നു, ഭയപ്പെടുത്താൻ കഴിയുന്നു? അതാണ് കെട്ടുറപ്പിൻ്റെ ഏറ്റവും വലിയ സിമ്പലായി, ഒരു ഐക്കണായി നിലനിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇറാൻ അപ്രവാളികളിലേക്ക് നീങ്ങും. ഈ യുദ്ധം കഴിയുന്നതോടെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും, മറ്റാരെങ്കിലും പിടിച്ചെടുക്കും എന്നൊക്കെ വിചാരിച്ചവർ വിചാരിക്കട്ടെ. അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറുകയാണ്. ഭരണം വീണ്ടും പരിപൂർണമായി ഇറാനിൽ ഭരണമാറ്റമുണ്ടാക്കണം എന്ന് പറഞ്ഞിറങ്ങിയ ട്രംപിന് പരിപൂർണമായി തോൽക്കേണ്ടി വരും.